ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ അടുത്ത ദിവസങ്ങളിൽ വരാനുള്ള ഇൻ്റഗ്രേഷൻ ഉദ്ഗ്രഥിതത്തിൻ്റെ മോഡൽ ചോദ്യം പേപ്പറും ഉത്തരങ്ങളുമാണ്. പാഠപുസ്തകം മാറിയതുകൊണ്ട് ചോദ്യപേപ്പറുകളൊന്നും കണ്ട് പരിചയമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെയും ഗണിതത്തിൻ്റെയും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇൻ്റഗ്രേഷൻ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാളം ഗണിതം കൂടി ചേർന്നതാണ്. 1ാമത്തെ പ്രവർത്തനം മലയാളവുമായി ബന്ധപ്പെട്ട് നിറം നൽകാം എന്ന പ്രവർത്തനമാണ്. മനോഹരമായൊരു പൂന്തോട്ടം തന്നിട്ടുണ്ട്, പൂക്കളുണ്ട്. അപ്പം അതിന് അനുയോജ്യമായ നിറം നൽകുക. 2ാമത്തെ പ്രവർത്തനം വരികൾ പൂരിപ്പിക്കുക. പട 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 പറവകൾ പാറി, തന 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 തനു തിന താന, കലപില കലപില. അത് കഴിഞ്ഞിട്ടുള്ള വരികൾ പൂരിപ്പിക്കാനാണ്. ഇതവർ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വരികൾ കൂട്ടിച്ചേർത്ത് കൊടുത്താൽ മാത്രം മതി. 3 വരികളാണ് ഇതിൽ ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത്. 3ാമത്തെ പ്രവർത്തനം വരച്ചു ചേർക്കാം. പറവകൾ പാറി എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് അമ്മുവിന് തൂവൽ ആൽബം ഉണ്ടാക്കണം. അമ്മു ശേഖരിച്ച തൂവലുകൾ ഏതൊക്കെ പക്ഷികളുടേതാണെന്ന് വരച്ചു ചേർക്കാം. നിങ്ങളും 1ാം ക്ലാസ്സിലെ പറവകൾ പാറി എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് തൂവലുകൾ ശേഖരിച്ചിട്ടുണ്ടാകും. ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇവിടെ കാക്ക, പുള്ളിക്കുയിൽ, തത്ത, മയിൽ, പൊന്മാൻ, മഞ്ഞക്കിളി എന്നിവയുടെ തൂവലുകൾ തന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് യോജിപ്പിക്കണം. അപ്പം മഞ്ഞക്കിളിയുടെ തൂവലാണ് ഈ മഞ്ഞ നിറത്തിലുള്ളത്. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മയിൽപ്പീലി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാക്കത്തൂവൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ പുള്ളിക്കുയിൽ ഈ സൈഡിൽ വരുന്നതും താഴെ വരുന്നത് പൊന്മാനുമാണ്, അത് ചേർക്കുക. പിന്നെ തത്തയുടെ തൂവലും വരച്ച് ചേർക്കുക. പിന്നെ പറയാം ചേർത്തെഴുതാം. പൂവ്, ചുവന്ന പൂവ്. ഇതുപോലെ ചേർത്ത് എഴുതുകയാണ്. വലിയ ചുവന്ന പൂവ്, ഭംഗിയുള്ള വലിയ ചുവന്ന പൂവ്. അങ്ങനെ ചേർത്തെഴുതിയിട്ട് താഴെ വരെ എഴുതുകയാണ് വേണ്ടത്. 1 2 3 4 5 സെൻറ്റൻസോളം എഴുതാനുണ്ട്. അത് എഴുതി ചേർക്കുക. അടുത്തത് 5ാമത്തെ പ്രവർത്തനമാണ് ചെറുതേത്. ചെറുതിൻ്റെ എണ്ണം കളത്തിൽ എഴുതൂ. ചെറുത് ഏതാണെന്ന് കളത്തിൽ എത്ര എണ്ണമുണ്ട്, ചെറുത് എത്ര എണ്ണമുണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് കളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ആനയൊക്കെ വലുതാണ് വരുന്നത്. എറൈസർ ചെറുതായിട്ട് നമുക്ക് കൂട്ടാം. ആ ഒരു ചെറുത് എന്ന് വരുന്ന രീതിയിൽ പൂമ്പാറ്റ, എറൈസർ ഒക്കെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എണ്ണി നോക്കി കളത്തിൽ എഴുതൂ. ഇതൊക്കെ ഗണിതം, മാത്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളാണ്. എണ്ണി നോക്കുക. 1ാമത്തേത് 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട്. അടുത്തത് 3 6 8 എണ്ണമാണുള്ളത്. അവ തമ്മിലുള്ള വ്യത്യാസം 10ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 2ആണ്. വ്യത്യാസം എന്ന കോളത്തിൽ 2 എന്ന് ചേർത്തെഴുതാം. ഇനി ചിഹ്നം ചേർക്കുക എന്നൊരു പ്രവർത്തനമാണ്. ഈ, ആ, ഊ, ഉ, ഏ. ഇത്രയും ചിഹ്നങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പൂവ് അല്ലേ, ചിരിച്ചു. 3ാമത്തെ ചിരിച്ചു. 2ാമത്തത് പാറി. 3ാമത്തതാണ് ചിരിച്ചു. 4ാമത്തത് തേൻ. 5 കുടിച്ചു. അപ്പോൾ ആ ഒരു യോജിച്ച ചിഹ്നങ്ങൾ ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിഹ്നങ്ങൾ നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. അവർക്ക് ഈൻ്റെ ചിഹ്നം, ഊൻ്റെ ചിഹ്നം ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിഹ്നങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഇനി മിന്നുമാനിനും കിട്ടുമുയലിനും ട്രെയിനിൽ യാത്ര ചെയ്യാനൊരു മോഹം. അവർ സ്റ്റേഷനിലെത്തി. ട്രെയിനിൻ്റെ ബോഗികൾ എണ്ണി നോക്കി. എണ്ണം ക്രമമായി ഓരോ ബോഗികളിലും എഴുതി ചേർത്ത് അവരെ സഹായിക്കാമോ? അപ്പോൾ 11 കഴിഞ്ഞാൽ 12, 13 അങ്ങനെ തുടർച്ചയായ സംഖ്യകൾ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവർ സിമ്പിളായിട്ട് ചെയ്യും. ചിഹ്നങ്ങളായിരിക്കും അവർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവുക. പ്രവർത്തനം 9 എണ്ണം എഴുതാം. എണ്ണി നോക്കിയിട്ട് ആദ്യത്തേത് 6, 2, 4, 2 കുട്ടകളിലും കൂടി ആകെ എത്ര ആപ്പിളുകളുണ്ട്, 6ഉം 4ഉം കൂട്ടിയിട്ട്
10 എന്നിവിടെ എഴുതണം. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഇപ്പം നമ്മൾ പട ആ ഒരു ഇത് പറഞ്ഞതുപോലെ അതുപോലെ വരുന്ന ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓരോ കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സംഭാഷണങ്ങൾ, അതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ എക്സാം കഴിയുമ്പോഴും അതിൻ്റെ ചോദ്യപേപ്പർ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക്